പക്ഷെ കാർമളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സംഭവം അതാണ്. ഇങ്ങനെ ഈ കാപ്പിത്തോട്ടത്തിനുള്ള കുറച്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ ഇവിടെയുള്ള ട്രൈബൽ കോളനിയിൽ എവിടെ പോയി കഴിഞ്ഞാലും കാണുന്ന പോലെ തന്നെ ഒരു പൊളിഞ്ഞ വീടുണ്ടാവും, പിന്നെ ഒരു കുറച്ച് നല്ലൊരു വീടുണ്ടാവും. വടി വെച്ചിട്ട് കെട്ടിയിട്ടില്ല, അതിൻ്റെ ഭിത്തി ഇങ്ങനെയാണ്, അടിപൊളിയായിട്ടില്ലേ, ഒരു വെറൈറ്റിയാണ്. ആ മാട് വീടാ, ഇതാ മാട് സാപ്പിടുമാ? பாம்பா எங்க? யா நீங்க பாத்தீங்களா பாம்பு? எப்போ பார்த்தீங்க? இப்போ பார்த்தீங்களா? ഓക്കെ, അപ്പോൾ നിങ്ങളെ മേൽനോട്ടായിരിക്കും അല്ലേ? ചായ കുടിക്കാൻ ടീ ടൈം ആയിരിക്കും അല്ലേ? എത്ര മണി വരെ ആയിരിക്കും പണി? 4 മണിയാവും തീരും. ഇന്ന് ബിദർക്കാട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ബിദർക്കാടിൻ്റെ പരിസരത്തുള്ള ഉൾപ്രദേശങ്ങൾ കാണാൻ വേണ്ടി പോകണം. ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ പേരുകൾ 1-2 പേര് എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയുള്ള ഞാൻ മറന്നുപോയി. ഉൾ റോഡ് കാണുന്ന, അതായത് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി പോകുന്ന റോഡുകളിലൂടെ കയറി പോവാം. എന്നിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഗ്രാമങ്ങളുണ്ടോ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ മടങ്ങി വരിക. അതാണ് നമ്മുടെ വീഡിയോ. അപ്പം ഞാൻ പുറപ്പെട്ടു. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേര് ഒന്ന് പെരുമ്പള്ളി, മുതിരക്കൊല്ലി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ കൂടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട്സ് നൗ. ഇവിടെ നമ്മൾ കയറുന്നത്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ശ്രീ ബാലപരമേശ്വരി ടെമ്പിൾ, പെരുമ്പള്ളി ജുമാ മസ്ജിദ്, ശ്രീ ആര്യവള്ളി ടെമ്പിൾ. ഇതൊക്കെ അങ്ങോട്ടാണ്. നമ്മൾ ഈ റോഡിനാണ് അകത്തേക്ക് പോകുന്നത്. ഓക്കെ, പെരുമ്പള്ളി ഒന്ന്, പിന്നെ മുതിരക്കൊല്ലി, അത് മറ്റേ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നീലഗിരിയുടെ ഉൾപ്രദേശങ്ങൾ ഈ ഭാഗമായിട്ട് ബന്ധമില്ല. ഈ ഭാഗമായിട്ട് ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. അവരായിട്ട് റിലേറ്റീവ്സോ അല്ലെങ്കിൽ അകന്ന ബന്ധത്തിലോ അടുത്ത ബന്ധത്തിലോ ഒക്കെ ഉള്ള ആളുകൾ മാത്രമായിരിക്കും ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത വേറൊരാളും വേറൊരു പർപ്പസിന് വേണ്ടിയും ഇവിടങ്ങളൊന്നും വരാനും ഇതൊന്നും കാണാനും സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ട് പരിചയപ്പെടുത്തുന്നത്. നല്ല റോഡാണ്. മുമ്പൊരിക്കൽ ഞാൻ വന്നിട്ടുണ്ട് ആദ്യം. അപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളായിരുന്നു. ഇപ്പോൾ നീലഗിരി ജില്ലയുടെ എല്ലാ ഉൾപ്രദേശങ്ങൾക്ക് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റോഡുകളുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് പെരുമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ സ്റ്റാർട്ട്സ് ആവുന്നു എന്ന് വിചാരിക്കുന്നു. അതെ, ഇത് പെരുമ്പള്ളി. ഇങ്ങനെ പോവാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പെരുമ്പള്ളി ടൗൺ. നമ്മളെ സുഹൃത്താണ് കേട്ടോ, ഷമീറിൻ്റെ കടയും ഷമീർ കച്ചവടമൊക്കെ ആയിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അവരുടെ കട. ഇവിടെ ചായക്കട ഉണ്ടായിരുന്നു, ചായക്കടയാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഒരേ ഒരു ചായക്കടയല്ലേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ചായ കുടിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ കട തന്നെ പിന്നെ പണിയെടുത്ത് നോക്കിയിരിക്കുകയാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം നല്ല സെറ്റപ്പായിട്ട് കുടിക്കാം അല്ലേ? പുതിയ കടയിൽ നിന്ന് കുടിക്കാം. ഇവിടെ കുറേ കുടുംബങ്ങളുണ്ടോ താമസം? എത്ര ഉണ്ടാവും മൊത്തം? 200 കുടുംബം ഉണ്ടാവും ഈ പെരുമ്പള്ളി പറഞ്ഞ സ്ഥലത്ത് മാത്രമായിട്ട്. ഓ, അപ്പോൾ അത്യാവശ്യം വലിയ ഏരിയ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ പെരുമ്പള്ളി പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇത് ഇൻറ്റീരിയറിലേക്ക് പോകണമെങ്കിലും റോഡുണ്ട്. മുമ്പ് റോഡ് ഉണ്ടായിരുന്നില്ല അത്ര, പക്ഷെ ഇപ്പോൾ നല്ല റോഡൊക്കെ ഉണ്ട്. പോവാം. 200-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഒരു ഇറക്കമാണല്ലോ, ഇവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് താഴേക്ക് വന്നു.
ആ ഭാഗത്തേക്കൊക്കെ വീടുകളുണ്ട്, പക്ഷെ ആൾക്കാരൊന്നും കാണാനില്ല. ഇതൊരു പഴയ കടയായിരിക്കാനാണ് സാധ്യത. കണ്ടില്ലേ, നിലവിലില്ലാന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഒഴിവാക്കി പോയ പഴയ ഡോറ്. ഒരു ഗ്ലാസ് മാത്രമേ ഇരിക്കുന്നുണ്ട്. മിക്കവാറും വൈകിട്ടത്തെ പരിപാടികളായിരിക്കും. മേലെ വീടുണ്ട്. ശരി, നമുക്കിങ്ങനെ പോയി നോക്കാം. ഇത് പെരുമ്പള്ളി അവസാനിക്കാറായോ? ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. ഒക്കെ വീടുകളിലേക്ക് പോണ വഴിയാണ്. നല്ല കയറ്റം. നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് എത്തി എന്ന് വിചാരിക്കണം. ഇതെന്താണ് നൽവാഴ്വ് തുണை മുതിരക്കൊല്ലി. നമ്മൾ മുതിരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതവിടുത്തെ ഒരു എന്താണ്, മറുത്തോമണയാണോ, സുഖാധാര നിലയം, ഡിസ്പെൻസറിയാണ്. യാ, പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഏകദേശം നല്ല ലാൻഡ് ഉണ്ടാവും. ലാൻഡ് ഉള്ളവരുണ്ട് കൂടുതൽ. കാരണം ഇതിലെല്ലാം ഇങ്ങനെ എല്ലാം കൃഷിയാണ്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കവുങ്ങുണ്ട്, തേയിലുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണുള്ളത്. സാധാരണ ഇവിടെയുള്ള കൃഷികൾ എന്താ, കാപ്പി. ഒറ്റപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നു. ഇവിടെ ഒരു കട ഉണ്ടായിരുന്നത് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ അവിടെ വണ്ടി കുറച്ചും കൂടെ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. അതാണ് കടയെങ്കിലാ? ഓ, കട അടച്ചു പോയിച്ചാ. இந்த மாணி வயல்ன்ற இடத்துக்கு எப்படி போகணும்னு தெரியுங்களா? மாணி வயல் தெரியாது. மணிக்கடை அல்ல? சரி சரி சரி, ஓகே. அங்கே போய் கேட்டுக்கிறேன் முன்னாடி. ഇവിടെ ചോദിച്ചോക്കാം. മാണിവയൽ ഒക്കെ പോവില്ലേ? എങ്ങനെ പോവാ? അതന്നെ, ഇത് ഇവിടുന്ന് പോകാൻ പറ്റുമോ? എവിടുന്ന്? അല്ലല്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ വഴിയുണ്ടെന്ന് ചോദിക്കണേ. അല്ലേ? ഓഹോ, അല്ലാതെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല? ആ ശരി, ചോദിച്ചോട്ടെ. ഉണ്ട് എന്നാ പറഞ്ഞെൻ്റെ അടുത്ത്. ആ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇവിടെ വഴി ഇല്ല എന്നും ഉണ്ട് എന്നും പറയുന്നുണ്ട്. നമ്മൾ അതിലിതിലേക്ക് തിരിഞ്ഞു. ഇവിടെ ഒരു കട, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ അടഞ്ഞു കിടക്കുന്ന കടകൾ മാത്രമാണല്ലോ കാണാൻ പറ്റുന്നത്. കട ഇതിനി നിലവിൽ ഇല്ലാത്ത കടയാണെന്ന് തോന്നുന്നത്. ഇപ്പം അടച്ചിട്ടിരിക്കുന്നതല്ല, നിലവിലില്ലാന്ന് തോന്നുന്നുണ്ട്. ഈ കട ഉള്ളതാണ് തോന്നുന്നു. കുറച്ച് ഫ്രഷായിട്ടുണ്ട്. നമുക്ക് പോകേണ്ട വഴി തിരഞ്ഞ് അന്വേഷിച്ച് നടക്കണം ഞാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തോന്നുന്നു. ഓ, ഇവിടെ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ. ഇവിടെ എന്താ കടകളൊക്കെ അടങ്ങിയിരിക്കുന്നത്? ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചോദിക്കാനും പറയാനും.
നമുക്ക് എന്തായാലും ഇതിലൂടെ മുന്നോട്ട് പോവാം. ഇവിടുന്ന് റോഡ് കാണുന്നുണ്ട്, ഒരു എസ്റ്റേറ്റിനുള്ളിലൂടെ പോകണം. അതിലൂടെ പോയി നോക്കാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു, അതിൻ്റെ പോസ്റ്റ് മാത്രം കാണുന്നുണ്ട്. പിന്നീട് അത് ഒഴിവാക്കിയതായിരിക്കാം. നല്ലൊരു റൂട്ടിലെത്തിയല്ലോ, ഇങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര സ്ഥലമാണ് കേട്ടോ. കാരണം അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഐ തിങ്ക് ഇത് സസെക്സ് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമായിരിക്കാം. തേയിലച്ചെടികളൊക്കെ നല്ല വെട്ടി ഒരുക്കി വെച്ചിരിക്കുകയാണല്ലേ. നമുക്ക് എന്തായാലും ഇവിടുന്ന് തേയിലപ്പൊടി മേടിച്ചിട്ട് പോകണം. പോകുമ്പോൾ ഞാൻ തേയിലപ്പൊടി മേടിക്കാനും കൂടെയാണ് വന്നത്. കാരണം ഞാൻ തേയിലപ്പൊടി കുറേ ആൾക്കാർക്ക് സപ്ലൈ ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ കൊറിയർ ചാർജും അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റാതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തതാണ്. പക്ഷേ എന്നാലും നമ്മൾ പൊടി വാങ്ങി ഉപയോഗിച്ച ആൾക്കാർ വീണ്ടും അയച്ചു തരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ഓർഡർ ഉണ്ട്, അത് പോകുമ്പോൾ മേടിച്ചിട്ട് പോകണം. ഇനി വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇത്തരാം. കാരണം ഈ ഒരു 3 ഓർഡർ 3 കിലോ 4 കിലോ 5 കിലോ ഒക്കെ ഇതുവഴി ഇത്രയും ദൂരം വരുന്നത് നഷ്ടമാണ്. നമ്മൾ എടുത്ത് പിന്നെ ഇവിടുന്ന് വീണ്ടും കൊറിയർ അയക്കാൻ വേണ്ടി വേറെ സ്ഥലം പോകണം. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് അത് ഒരു എന്താ പറയുക, ഒരു നമ്മളൊരു പോക്കറ്റ് മണി പ്രതീക്ഷിച്ചാണ് ഇത് ചെയ്യണമെങ്കിലും പോക്കറ്റിലുള്ള മണി അതിന് വേണ്ടി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്തതാണ്. പക്ഷെ എന്നാലും അവർ ഉപയോഗിച്ച ആൾക്കാർ വീണ്ടും വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. നമ്മളൊരു ബിസിനസ് അല്ലാതെ തന്നെ നല്ല രീതിയിൽ അവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പോകുമ്പോൾ കാണിക്കാം. നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അവിടെ പോയി പൊടി മേടിക്കാം. സ്ഥലങ്ങളുണ്ടായിരുന്നത് നമ്മളറിയാതെ പോയല്ലോ. അടിപൊളിയായിട്ടുണ്ട്. തേയില ഇല റെഡിയാക്കണം. ഇത് ഇല പറി കഴിഞ്ഞത്. അവിടെ ബ്യൂട്ടിഫുൾ പ്ലേസ്, അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇങ്ങനെ എസ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എസ്റ്റേറ്റുകൾ വളരെ ചുരുക്കമാണ്. കാരണം ഇത്ര നല്ല തേയിലത്തോട്ടങ്ങൾ ഇവിടെ പരിസരത്ത് നമ്മൾ വേറെ എവിടെ എസ്റ്റേറ്റുകളിലും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നല്ല വെട്ടി ഒരുക്കി. വാവ്, ശരി, മുന്നോട്ട് പോവാം. ഏതാ സ്ഥലം? എസ്റ്റേറ്റിൻ്റെ പരിധി കഴിഞ്ഞു തോന്നുന്നു. എസ്റ്റേറ്റിൻ്റെ പരിധി കഴിഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ. ഇതാണ് നമ്മളവിടെ മെയിൻ റോഡിൽ ബോർഡ് വെച്ചിട്ടുള്ളത്. എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, ആ ഒരു ക്ഷേത്രമാണിത്. പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻഡാണ്. നല്ലൊരു ക്ഷേത്രം. ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് ചുറ്റുഭാഗം. കാരണം എലിഫൻറ്റ് രൂക്ഷമായിട്ടുണ്ടാവും. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല റിസർവ് ഫോറസ്റ്റിലേക്ക് പോകാൻ. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ഈ റോഡിലൂടെ ഇങ്ങനെ പോവാം. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അതാണ് നമ്മുടെ വീഡിയോ. മീൻസ് നമ്മൾ വേറെ നമുക്ക് കണ്ടന്റ് ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. കാരണം ഇത് അടിപൊളി സ്ഥലമാണല്ലോ. ഈ സ്ഥലത്തോടെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം വരികയാണ്. ഇവിടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ. നല്ല റോഡുണ്ട്. ഇതിപ്പോൾ ഈ അടുത്ത കാലത്തിട്ട റോഡാന്ന് തോന്നുന്നു. നല്ല പുതിയ റോഡാണ്. വീതി കുറവാണ്, ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല കുത്തനുള്ള ഇറക്കാണ് കേട്ടോ. ഉണ്ടല്ലേ, അയ്യോ, നല്ല ഫുൾ കംപ്ലീറ്റ് ഫെൻസിങ് ആണ്. റോഡിൻ്റെ 2 സൈഡും നല്ല ശക്തമായ രീതിയിൽ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ, ഇവിടെ ഒരു റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേക്ക് പോകും. ഇവിടുന്ന് അങ്ങോട്ട് പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട്, കൃഷി സ്ഥലങ്ങൾ. ചോദിച്ചു നോക്കാം. പക്ഷെ ബിദർക്കാട് പോകണം എങ്ങനെയാ? ഇത് ബിദർക്കാട് ചെല്ലും അത്ര ഈ റോഡ്. അതൊക്കെ കവുങ്ങ് തോട്ടം. അതൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ്. പോയോ?
സ്ഥലങ്ങളുണ്ട് ഇവിടെ, കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ. അതിനകത്ത് ചെറിയ വീട് കണ്ടോ. ചെറിയൊരു വീതി കുറഞ്ഞ റോഡായിരുന്നു. പക്ഷെ നമുക്കൊന്ന് മിങ്കിളാകാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ആരും കിട്ടുന്നില്ല, വഴിയിലൊന്നും ആരും കാണാനില്ല. ഒന്ന് രണ്ട് പേര് നടന്നു വരുന്നത് എൻ്റെ സ്ത്രീകളായിരുന്നു. പിന്നെ ഞാൻ രണ്ട് റോഡും നല്ല വലിയ റോഡും ഏറ്റവും വലിയൊക്കെ വഴികളുണ്ട്. ഇവിടെ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടല്ലോ, മീൻസ് ഇവിടെ കടയാണ്. ഇത് കടയാവാനാണ് സാധ്യത. പക്ഷെ കുട്ടികളുടെ നമ്മളെ കണ്ട പോടി മിക്കവാറും ട്രൈബൽ കുട്ടികളാണെന്ന് തോന്നുന്നു. ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ ഇത് രണ്ട് കടയാണ് തോന്നുന്നത്. കട അടഞ്ഞു കിടക്കുന്നത്, ആളില്ല. എല്ലാ സ്ഥലത്തും ഈ സമയത്ത് ആളുണ്ടാവില്ല തോന്നുന്നു. ഇവിടെ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഏരിയയാണ്. അത് ട്രൈബൽസ് കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, പോകാൻ പറ്റും നോക്കാം. നമുക്ക് കമ്പനിക്ക് കുറച്ച് ആളെ കിട്ടിയിട്ടുണ്ട്. ഇവരിവിടെ കാറമുള തന്നെ ഉങ്കൂർ പേര് കാറമുള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ട്രൈബൽ കോളനിയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർ എங்கள் ஊருக்கு வாங்கன்னு പറയുന്നത്. പോയി பார்க்கலாமா உங்கள் ஊருக்கு? சரி வா நடங்க, எனக்கு வழி தெரியாது. அது நம்மள கைடு லோக்கல் கைடுன்னு கட்டிட்டு உங்கள் பேரெல்லாம் சொல்லுங்க. பேர் உன் பேர் சி விஷ்ணுவா? இன்ஸ்லோட சேர்த்து சொல்லியிருக்காங்களா ஸ்கூலில்? இது அஸ்வின். யார் அவன் பேரா? உன் பேர் அஸ்வின். இங்கே பாரு, ஹாய் சொல்லு. ஹாய். கடை சாத்தியிருக்கேடா. கடை திறந்துச்சுன்னா ஏதோ உங்களுக்கு முட்டைக்கிட்டே வாங்கிடலாம். கடை சாத்தியிருக்கேன். எங்கே பாம்பு? பாம்பா? அது கடிக்காது. பாம்பா எங்கே? நீங்கள் பார்த்தீங்களா பாம்பு? எப்போ பார்த்தீங்க? இப்போ பார்த்தீங்களா? இதுக்குள்ளையா? இப்போ இருக்கா? எங்கே இருக்கு? அது பாம்பு கிடையாது, அந்த இதுதானே தண்ணி பாம்பு. உள்ள இருக்கா? இறங்கி பார்க்க முடியுமா? இருக்கா பாரு. இருக்கா? பெருசா சின்னதா? அது பாம்பு கிடையாதுப்பா, அது வேற ஏதோ இருக்கும். வா நம்ம போகலாம், உங்கள் வீட்டுக்கு போகலாமா? இப்படி தான் போகணுமா? வண்டி போகிற வழியா? அவனா பைக் எடுத்து வரட்டுமா? அது வரைக்கும் தான் போகுமா? ഇവരെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ മേലൊക്കെ കയറ്റിക്കൊണ്ടുണ്ട്. ഇവിടെയൊക്കെ ഏതൊക്കെ എസ്റ്റേറ്റാണ് തോന്നുന്നുണ്ട്. ഇവിടെ പണിക്കാർ ജോലിക്കാരൊക്കെ ഉണ്ട്. അവരവിടെ കഴിഞ്ഞിരിക്കുക. ഇതാണാ? இது உங்கள் வீடா? இது யார் வீடு? உங்கள் வீடு மேலே போகணுமா? ചേട്ടാ നിങ്ങളിവിടെ താമസിക്കണ? എന്താ പേര്? മാരൻ. വീട് മേലെ? അത് ശരി. ഇവിടെ എന്താ കൃഷി സ്ഥലം? നിങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഓക്കെ. ഞാൻ വെറുതെ ഒന്നിങ്ങനെ കാണാം, ആയിക്കോട്ടെ തന്നെ പോയിന്. അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ഇവിടെ വീടും ഊറൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ വെറുതെ കാണാം. പോയി നോക്കട്ടെ. മേലെ വീടുകളുണ്ടല്ലോ അല്ലേ? നിങ്ങൾ കുറേ കുടുംബങ്ങളുണ്ട് ഇവിടെ താമസിക്കണേ? എത്ര? 30 കുടുംബം ഇവിടെ താമസിക്കണ്ടോ? ഈ സ്ഥലത്തിൻ്റെ പേര് കാറമുള. ഞാൻ അടുത്താണ് നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ നമസ്കാരം, എന്തൊക്കെ വിശേഷം? നിങ്ങളുടെ പേരെന്താ? ഹംസ. പഞ്ചായത്ത് പണി. 100 നാൾ പണി. ശരി. ഓ 100 നാൾ പണിക്കാരാണത് അല്ലേ? തൊഴിലുറപ്പ്. നീങ്കന്തൂറാ? റൈറ്റ്. ശരി. ഇതാ ഈ വീട് ഏതല്ല? ഉങ്ക വീടാ? ഓക്കെ.
ഓക്കെ. അപ്പോൾ നിങ്ങൾ മേൽനോട്ടായിരിക്കും അല്ലേ? ചായ കുടിക്കാൻ പോകുന്നത് ടീ ടൈം ആയിരിക്കും അല്ലേ? എത്ര മണി വരെ ആയിരിക്കും പണി? 4 മണിയാവും. തീരുമ്പോഴത്തേക്ക് 4 മണിയാവും അല്ലേ? ചോറിനാനൊക്കെ പോകും ഇടയിൽ കൊണ്ടുവരുമോ വീട്ടിൽ നിന്ന്? നീങ്ങളെ 100 നാൾ വേല ശരിങ്ങളാ? റൈറ്റ്. ശരി താങ്ക് യു. ശരി ചേട്ടാ, ഞങ്ങൾ മേലെ ഇവരെ വീടും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വണ്ടി ഞാൻ കുറച്ച് അവിടെ നിർത്തിയാ റോട്ടുമ്മേ. അതെ കുഴപ്പമില്ല, നമ്മൾ ഇവരപ്പം അങ്ങനെ നടന്നു വരാൻ വിചാരിച്ചു. തൊഴിലുറപ്പുകാരെ പണി നടക്കുന്നുണ്ട് അവിടെ. അവരിങ്ങനെ കുഴിയെടുക്കണുണ്ടല്ലേ? ഇതൊക്കെ ഇങ്ങനെ കാപ്പിത്തോട്ടത്തിലൂടെ മൊത്തം കുഴിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ടീ ടൈമാണ്, അവരെല്ലാവരും ഇരുന്ന് ചായ കുടിക്കുക. ഇനി നമ്മൾ പോണത് നമ്മൾ இந்த ரோடு எங்கே போகுதுப்பா? இந்த ரோடு மேலே அங்கே என்ன இருக்கு? வீடு இருக்கா? சரி, இங்கே எவ்வளோ வீடு இருக்குது? எத்தனை வீடு இருக்குது? 2 വീടാ? ശരി, പാപ്പം. കാറമുള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ട്രൈബൽ വില്ലേജസിൻ്റെ വീടുകളാണിത് ഈ കാണുന്നതൊക്കെ. 2 വീട് ഇറക്കാങ്ക അങ്ങ് ഇറക്കാ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. നമസ്കാരം. വേറൊരാളെ പരിചയപ്പെട്ടു. പേരെന്തായിരുന്നു? മാതൻ. ഇവിടുത്തെ ആൾ തന്നെയാണല്ലേ? ഇതാണ് നിങ്ങളെ വീട്? വേറെ എത്ര വീടുണ്ട് ഇവിടെ? കുറേ വീടുണ്ട്. എന്താ, എങ്ങനെ തൊഴിൽ, എന്താ പണി? വാഴപ്പണി, സ്വന്തം പണികളൊക്കെ ആയിട്ട് അതിന് പോകണില്ലേ? കൃഷി ചെയ്യുന്നുണ്ടോ സ്വന്തമായിട്ട്? വേറെ തോട്ടത്തിൽ പണിക്ക് പോകും. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ ഒരു 2 വീടുള്ളൂ അല്ലേ? ഈ 2 വീടുള്ളൂ. ഇതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് വീടുകളുണ്ട്, നമുക്കത് പോയി കാണാം. ഞാൻ ശരി എന്നാ, ഓക്കെ. അശ്വിൻ എങ്ക വീട് എപ്പടി പോണു? അപ്പടിയാ? ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട്. വെരി നൈസ്. ആളില്ല. ഇവിടെ വീടുണ്ടോ? പക്ഷെ ഇവിടെ ആളില്ല അത്ര. പക്ഷെ ചെറിയൊരു വീട്. ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ ഇവിടെ വേറൊരു വീടുണ്ടോ? മറ്റേ ചൂരൽ വടി, അല്ല ചൂരലോ എന്തൊരു വടി വെച്ചത്, കൊട്ടായി. അതായത് തൊഴുത്ത് വടി വെച്ചിട്ട് കെട്ടിയിട്ടുള്ള അതിൻ്റെ ഭിത്തി ഇങ്ങനെയാണ്. അടിപൊളിയായിട്ടില്ലേ? ഒരു വെറൈറ്റിയാണ്. മാട് വീടാ? ഇതാ മാട് സാപ്പിടുമാ? തൊഴുത്താണ്, പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. എക്കോ ഫ്രണ്ട്ലിയാണ്. ഇവന്മാർ നല്ല ഉത്സാഹത്തിലാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്നത് എല്ലാ സ്ഥലം. അയ്യാ, കോളിക്കുഞ്ച്. എங்கே കോളിക്കുഞ്ച്? അവർ കോളിക്കുഞ്ചിനൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. വേണ്ട, നമ്മൾ താഴെ വന്ന റോഡാണ്, ഇങ്ങോട്ട് കയറി വരുന്നത്. പക്ഷെ ഇങ്ങോട്ട് വണ്ടി കയറൂലെന്ന് പറഞ്ഞു. ഇത് യാർ വീട്? അതായത് പഴയ വീട്, പുതിയ വീടൊക്കെ ആയിട്ട്. ചേച്ചി, എന്താ ചേച്ചിൻ്റെ പേര്? പണിക്കുണ്ടോ? മക്കളൊക്കെ പേരക്കുട്ടികളാ? ശരി. കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകണ്ടോ? ബാലവാടി പോകണ്ടോ? എങ്ങനെ പോവാ? നടന്നു പോവോ? വണ്ടി വരും. താഴെ റോട്ടിൽ വണ്ടി വരും അല്ലേ? മേലെ വരും വണ്ടി? ശരി. ഇതിപ്പോ നിങ്ങൾ താമസിക്കണ വീടാ? ഏത് മേലെ? ഇതാരുടെ വീടാ ഈ പുതിയ വീട്? നാത്തുവിന്റെ വീടാ? നിങ്ങളെ വീട് മേലെയാണല്ലേ? ശരി. ഹായ്. ഉയ്, അവന്മാരെ നോക്കണേ. ഡേയ്, പക്ഷെ കാർമള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സംഭവം ഇതാണ്. ഇങ്ങനെ ഈ കാപ്പിത്തോട്ടത്തിനുള്ള കുറച്ച് ഡിസ്റ്റൻസിലാണ് കേട്ടോ വീടുകളൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ ഇവിടെയുള്ള ട്രൈബൽ കോളനിയിൽ എവിടെ പോയി കഴിഞ്ഞാലും കാണുന്ന പോലെ തന്നെ ഒരു പൊളിഞ്ഞ വീടുണ്ടാവും, പിന്നെ ഒരു കുറച്ച് നല്ലൊരു വീടുണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ. കണ്ടില്ലേ ഇവിടെ? വാവ്, വീട്ടിലൊന്നും ആൾക്കാരില്ല. ഇവരൊക്കെ ഈ ജോലി സമയം ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ടാവും. യാർമയല്ലേ?
அந்த பாட்டியோட வீடு இங்கே இருக்கா? அதுவா மேலே இருக்கா? ரைட். அங்கே ஒரு வீடு இருக்கா? ஓகே ஓகே. ഇപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്. ഇത് കുറേ വീടുകളുണ്ട് ഇതേപോലെ. പക്ഷേ എല്ലാ വീടും வந்து ഡിസ്റ്റൻസിൽ இருக்குது. പക്കത്തിൽ கிடையாது ഇല്ല, ദൂരமாக இருக்குது. അപ്പോൾ നമുക്ക് നടക്കാൻ കുറച്ച് എനർജി വേണം. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ദൂരം നടന്നിട്ട് വന്നത്. അപ്പോൾ உங்கள் பேர் என்னங்க? பிரகாஷ். இதே ஊர் தான், வருஷக்கணக்கில் இங்கே தான் வாழ்ந்துட்டு இருக்கீங்க. என்ன வேலை பார்க்குறீங்க? இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட் வேலை பார்க்குறீங்க. காடு. ரைட். எஸ்டேட் எடுத்து கிடையாது. எஸ்டேட் கிடையாது. இதெல்லாம் உங்கள் குழந்தைங்க எல்லாம் படிக்கிறாங்களா? இவங்க ரைட். சரி. ഓക്കെ, ரொம்ப താങ്ക്സ്. ഏതായാലും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കാറമുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ചില ട്രൈബൽ കോളനി പോയിട്ട് അതൊക്കെ കണ്ടു. ഇപ്പോൾ ഞാൻ അവിടെ വന്നു. വീടുകളുണ്ട്, ഭയങ്കര ഡിസ്റ്റൻസിലാണ്. ഓരോ വീടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതും കയറ്റമാണ്. കയറ്റം കയറി വേണം പോകാൻ, എല്ലാ സ്ഥലം കവർ ചെയ്യാനാണെങ്കിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് മടങ്ങി വന്നു, വണ്ടി എടുക്കുന്നു. നമുക്കിനി അടിപൊളിയായിട്ടൊരു തേയില മേടിക്കണം, അയച്ചു കൊടുക്കാനുള്ളത്. പോവാം. ഹായ് എവറിബഡി. കട തുറക്കൂലേ ഇപ്പോൾ? വൈകുന്നേരം ഇവിടെ എന്താ ഉള്ളത് കടയിൽ? മിഠായി, ചായ ഉണ്ടോ? ആ കടയിൽ ചായ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നൊരു ദിവസം വരും. ബൈ. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് സ്ഥലമൊക്കെ കണ്ടു. നല്ല കയറ്റാണല്ലോ. ഇത് കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. നല്ല കയറ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം നമ്മൾ അറിഞ്ഞു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല പച്ചപ്പുള്ള തേയിലത്തോട്ടങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത കേട്ടോ. വന്ന വഴി ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ കയറ്റം കയറി മുകളിലേക്കൊന്ന്. സൂപ്പർ പ്ലേസാണ്, ഇഷ്ടപ്പെട്ടു സ്ഥലം. വെൽ മൈൻറ്റൈൻഡ് ആണ് ഇവിടുത്തെ എസ്റ്റേറ്റുകളൊക്കെ കേട്ടോ. നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തേയിലപ്പൊടി മേടിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വാട്സപ്പ് നമ്പർ അതിലേക്ക് അയച്ചു തരാം കേട്ടോ. മെയിനായിട്ട് പിൻകോഡ് വരണം, അപ്പോഴാണ് ഡോർ ഡെലിവറി ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാം. ഡോർ ഡെലിവറി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ തന്നെ അറിയാം. ആ ഒരു ഗുണമേന്മ ആ പൊടിയിലും ഉണ്ടാവും, ആ പ്രോഡക്റ്റിലും ഉണ്ടാവും. ആനപ്പിണ്ണം കണ്ടു. വഴി നല്ല റോഡ് ഇട്ട് കൊടുത്തല്ലോ ഈ വഴിക്കൊക്കെ. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായി യാത്ര ചെയ്യാൻ. അടിപൊളിയാണ്. പക്ഷെ എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എസ്റ്റേറ്റുകളൊക്കെയാണ്, പൊതുവഴികളല്ല. റോഡ് ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാം, വലിയ വിഷയം ഉണ്ടാവില്ല. പുറത്ത് ചാടി മെയിൻ റോഡിലേക്ക് കടന്നു. നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രഷ് ചായയും ഒരു നെയ്യപ്പമൊക്കെ കഴിക്കാം. അറിയങ്ങളാ ശരി കൊഞ്ചം പോട്ട്. സോ നമ്മൾ ഇപ്പോൾ കുടിച്ച് കണ്ടില്ല തേയിലത്തോട്ടം, അവിടുത്തെ ചായയാണിത്. നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും അവിടെ കുടിക്കാൻ, അടിപൊളിയായിട്ട്. അപ്പോൾ ചായയും ഒരു നെയ്യപ്പം. അപ്പോൾ ഇവിടുത്തെ പൊടിയാണ് ഞാൻ ഒരു ക്വാളിറ്റി ഇവിടുന്ന് അയച്ചു കൊടുത്തിരുന്നത്. മാത്രമല്ല വേറെയും ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഞാൻ അയച്ചു കൊടുത്തു. നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ
നെക്സ്റ്റുള്ള ഓർഡർ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് വരും. ഷുഗർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല, അത്യാവശ്യക്കാരൊരു അവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. അതായത് നല്ല ക്വാളിറ്റിയുള്ള പൊടിയാണ്, ഫീഡ്ബാക്ക് ഉണ്ട്. സോ ഞാൻ ഇതിൻ്റെ MRP റേറ്റ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് കുറഞ്ഞ കിട്ടും ഒരു ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുകയാണെങ്കിൽ. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്ക് വലിയ വിഷയമാണത്. കൊറിയറിൽ ഓരോ സ്ഥലത്ത് ഓരോ ചാർജാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ല എമൗണ്ട് വരുന്നതുകൊണ്ട് ഈ ഒരു ബിസിനസ്സായിട്ട് ഇത് ചെയ്യൽ കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ആൾക്കാർ നിർബന്ധമായിട്ടും വീണ്ടും വേണമെന്നുള്ളൊരു കണ്ടീഷൻ പറഞ്ഞപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ സുഹൃത്തുക്കളിത് അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചത്. മെയിനായിട്ടും പിൻകോഡ് നമ്പർ വേണം. അതിൽ ഡോർ ഡെലിവറി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ ചാർജാണ് ഒരു വിഷയം വരുന്നത്. അത് നമുക്ക് അഫോർഡബിൾ അല്ല എങ്കിൽ ഇത് ഒരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ്സായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. നമുക്ക് ഡെലിവറി ആവാതെ റിട്ടേൺ വരാൻ തുടങ്ങിയപ്പോൾ നമ്മളത് പിന്നെ വീണ്ടും എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ഈ നിങ്ങൾ പിൻകോഡ് നമ്പർ പറഞ്ഞാൽ കൊറിയർ ചാർജ് ചേർത്തിട്ടുള്ള ചാർജ് എത്ര വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. കൊറിയർ ചാർജ് ചിലപ്പോൾ കൂടും. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ചില സ്ഥലങ്ങളിൽ അതർ സ്റ്റേറ്റൊക്കെ ആകുമ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട് ബുക്കിംഗ് ചാർജ്. അതാണ് പ്രോബ്ലം. എന്തെല്ലാം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ അയച്ചുതരാം. പൊടി നല്ല ഗ്യാരണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ചായ കുടിക്കാനും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. 5 ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു തേയിലപ്പൊടിയാണിത്. വീട്ടിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ അയക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.